ജോൺ വെക്കേഷന് വന്ന സ്ഥലത്ത് വളരെയധികം ആഗ്രഹത്തോടെ ഒരു കോമൺ ഹോസ്റ്റലിൽ താമസിക്കാൻ വരുന്നു. നോക്കുമ്പോൾ അവൻ വിചാരിച്ചതുപോലെ അവന്റെ റൂമിൽ നിയ എന്നൊരു സുന്ദരിയായ പെണ്ണും സ്റ്റേ ചെയ്യുന്നു. അവളെ കണ്ടതും ജോണിന് വളരെയധികം സന്തോഷം തോന്നുന്നു. അതുകൊണ്ട് അവൻ ഒന്നും ആലോചിക്കാതെ നിയയുടെ കട്ടിലിന് താഴെയുള്ള കട്ടിൽ തെരഞ്ഞെടുക്കുന്നു. അതിനുശേഷം പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്തവർ കുറച്ചു നേരത്തിൽ തന്നെ നല്ല ക്ലോസ് ആവുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മൂന്നാമത്തെ റൂംമേറ്റായി എഡ്വേർഡ് എന്നൊരു വിദേശിയും വരുന്നു. അവനെ കണ്ടതും ജോൺ നിരാശനാവുന്നു. അത് മാത്രമല്ല നിയയുടെ ശ്രദ്ധ മുഴുവനും എഡ്വേർഡിലാവുന്നു. അതുകൊണ്ട് ജോൺ വിഷമിച്ചിരിക്കുമ്പോൾ എഡ്വേർഡ് അവന്റെ കട്ടിൽ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ജോൺ ആ കട്ടിൽ തരാൻ കഴിയില്ലെന്ന് പറയുന്നു. വേറെ വഴിയില്ലാതെ എഡ്വേർഡ് വേറൊരു കട്ടിൽ തെരഞ്ഞെടുക്കുന്നു. അന്ന് രാത്രി ജോൺ കുളിച്ചിട്ട് വരുമ്പോൾ എഡ്വേർഡ് നിയയും വളരെ ക്ലോസ് ആയിരിക്കുന്നു. അത് കണ്ട് ദേഷ്യം വന്ന ജോൺ അവരെ കാണാത്തതുപോലെ പോകുന്നു. പക്ഷേ ഉറങ്ങുന്നതിന് മുൻപ് അവർ ജോണിനെ കൂടുതൽ വിഷമിപ്പിക്കുന്നു. നോക്കുമ്പോൾ അവർ ജോൺ ഉള്ളതുപോലും കാര്യമാക്കാതെ ഒരേ കട്ടിലിൽ കിടക്കുന്നു. ജോൺ വേറെ വഴിയില്ലാതെ ഹെഡ്ഫോൺ വെച്ച് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞ് ജോൺ ഒരു വിധത്തിൽ ഉറങ്ങുന്നു. അപ്പോൾ അവന്റെ ഫേസിൽ ബ്ലഡ് വീഴുന്നതായി തോന്നുന്നു. അത് കണ്ട് ഷോക്കായവൻ മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിലെ കട്ടിലിൽ ഒരു കത്തി ഇറങ്ങിയിരിക്കുന്നു. അടുത്ത നിമിഷം തന്നെ ഉറക്കം നഷ്ടമായ ജോൺ പേടിച്ചിരിക്കുന്നു. മുകളിൽ ഉണ്ടായിരുന്നവരിൽ ആരോ ഒരാൾ മരിച്ചിരിക്കുന്നു. അത് ആരാണെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയയുടെ തല കട്ടിലിന് പുറത്തായി കിടക്കുന്നു. അവൾ ശ്വാസം വിടുന്നതായും തോന്നുന്നില്ല. എഡ്വേർഡ് ആണ് അവളെ കൊന്നതെന്ന് ജോൺ വിചാരിക്കുന്നു. പെട്ടെന്ന് നിയ കണ്ണു തുറന്ന് അവനെ നോക്കുമ്പോൾ നിയയാണ് എഡ്വേർഡിനെ കൊന്നത്. അവസാനം ജോണിന് അവൾ തന്നെയും കൊല്ലുമെന്ന് മനസ്സിലാവുന്നു.